ടിക്കറ്റ് ക്ലാസുകൾ മിക്കവാറും വെള്ള, മഞ്ഞ, നീല, ചുവപ്പ് എന്നീ നിറങ്ങളിലാണ് വേർതിരിച്ചടിക്കുക. കളറെന്ന് ബാൽക്കണിക്ക് വെള്ള, ഫസ്റ്റ് ക്ലാസ് മഞ്ഞ അല്ലെങ്കിൽ ചുവപ്പ്, ഇങ്ങനെ 2 കളറും മാറി മാറി വരുന്നു. 3 ഗ്ലാസ് ഉണ്ടെങ്കിൽ 3 കളറായിരിക്കും പൊതുവെ ഉപയോഗിക്കുന്നത്. മഞ്ഞ, ചുവപ്പ്, പച്ച ഇങ്ങനെയുള്ള കളറാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. അന്ന് ഹൈ ക്ലാസ് ടിക്കറ്റ് കൗണ്ടർ ഫയൽ സിസ്റ്റമാണ്. ഇപ്പം മൊത്തം എല്ലാ ടിക്കറ്റും കൗണ്ടർ ഫയൽ സിസ്റ്റമാണ്. അച്ചടിക്കപ്പെട്ട ടിക്കറ്റുകൾ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സീല് വയ്ക്കുന്നു. സിനിമാ തിയേറ്ററിൻ്റെ അഡ്വാൻസ് ആയിട്ടാണ് ടാക്സ്. എന്നുവെച്ചാൽ അവരുടെ ടിക്കറ്റ് അവരൊരു അപ്രോക്സിമേറ്റ് ആയിട്ട് അവർ കൊണ്ടുവന്ന് സീൽ ചെയ്തുകൊണ്ടു. ചിലപ്പോൾ ആ ദിവസം അത് മുഴുവനും ചിലപ്പോൾ ചിലവായി എന്ന് വരത്തില്ല. അപ്പോൾ അവരിപ്പോൾ കൊണ്ടുവരും. ഇപ്പം ഉദാഹരണത്തിന് 1 ലക്ഷം രൂപയുടെ ടിക്കറ്റ് കൊണ്ടുവരുന്നു, നമ്മളത് സീൽ ചെയ്ത് കൊടുക്കും. പിന്നെ അതാത് ദിവസം വൈകുന്നേരം അവരൊരു DCR സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവരും. അതുമായിട്ട് വെരിഫൈ ചെയ്തിട്ട് ആ ദിവസത്തെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ അടുത്ത ദിവസം നമ്മൾ ഈ കൊണ്ടുപോയ ടിക്കറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ എണ്ണം വെച്ചാണല്ലോ. അങ്ങനെയാണ് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഈടാക്കുന്നത്. 25% ആണ് ടോട്ടൽ കളക്ഷൻ്റെ 25% ആണ് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ആയിട്ട് ഈടാക്കുന്നത്. ബേസിക് ഗ്രോസ് കളക്ഷൻ്റെ 20% എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ആയിട്ട് പോകുന്നു. ബാക്കി കിട്ടുന്നതിൻ്റെ നെറ്റ് കളക്ഷൻ്റെ ശരാശരി 50% ഡിസ്ട്രിബ്യൂട്ടർക്കും 50% തിയേറ്ററുകാർക്കും. അതിൽ ഫസ്റ്റ് വീക്ക് ആണെങ്കിൽ 60, സെക്കൻഡ് വീക്ക് 55, തേർഡ് വീക്ക് 50 അവർക്ക്. ഞങ്ങൾക്ക് ബാക്കി 45, ഫസ്റ്റ് വീക്ക് 40, 45 പിന്നെ 50. ഇത് ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു ശരാശരി ഒരു 50% അവർക്കും 50% നമുക്കും. അതാണ് ബേസിക് സാധനം. പിന്നെ ഇതിന് പുറമെ നെറ്റ് കളക്ഷൻ്റെ 1% INR ഹയർ എന്ന് പറഞ്ഞിട്ട് ഇതിന് കൊടുക്കണം, ഇന്ത്യൻ ഫിലിംസ് ഡിവിഷന്. അതെ, അതിൽ നിന്ന് 250 രൂപ റെപ്രസെൻറ്റേറ്റീവ് ബാറ്റ് ചെയ്യും. കേരളത്തിലെ വിവിധ പ്രദർശന കേന്ദ്രങ്ങളിലെ ടിക്കറ്റ് നിരക്കിലെ അന്തരം സിനിമാ കാര്യങ്ങൾക്ക് കൗതുകമായി. തിരുവനന്തപുരത്ത് 45ഉം 50ഉം രൂപ വരുന്ന ക്ലാസുകൾക്ക് കോഴിക്കോട് 100 രൂപയും എറണാകുളത്ത് 80 രൂപയും ആണ് നിരക്ക്. ബാൽക്കണിക്ക് റിസർവേഷൻ അടക്കം 100 രൂപയാണ് ഇപ്പോൾ. റിസർവേഷൻ ഇല്ലാതെ 90 രൂപ. പിന്നെ ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ 60 രൂപയ്ക്ക്. റിസർവ് ചെയ്യുവാണെങ്കിൽ അതിന് 65 ആവും. ഈ വ്യത്യാസത്തിന് കാരണം ഞങ്ങൾ KSFDC ചെയർമാനോട് ആരാഞ്ഞു. അല്ല, ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ പല ലോക്കൽ ബോഡീസും അവരിടപെടുന്നതാണ് ഈ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ ലോക്കൽ ബോഡീസിന് ചാർജിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ അധികാരം ഇല്ല എന്നുള്ളതാണ് കോടതി പോലും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ തിയേറ്റർ ഉടമയ്ക്ക് ഒരിക്കലും ഒരു ലോക്കൽ ബോഡി അതിപ്പോൾ ഇവിടുത്തെ തിരുവനന്തപുരം കോർപ്പറേഷനെ തള്ളിപ്പറഞ്ഞ് ചെയ്താൽ അവർ മാക്സിമം ഉപദ്രവിക്കാൻ നോക്കിയാൽ തിയേറ്ററിൻ്റെ ലൈസൻസിൻ്റെ രേഖകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ലോക്കൽ ബോഡീസിൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അവരെ ധിക്കരിച്ചാൽ അവർ അത് ഉപയോഗിച്ച് ഇത് ക്ലോസ് ചെയ്യാനുള്ള പരിപാടികളെല്ലാം നോക്കിയാൽ നടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വയാ മീഡിയയിൽ പോയാൽ മാത്രമേ ചാർജ് വർധന നടക്കുള്ളൂ. ഇപ്പോൾ എൻ്റെ സ്ഥലമായ കോതമംഗലം വെറും ഒരു സാധാരണ മുനിസിപ്പാലിറ്റിയാണ്. അവിടെ പോലും 80 രൂപയാണ് ബാൽക്കണി ടിക്കറ്റ്. അത് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ നല്ല തിയേറ്ററിൽ കയറിയിരുന്ന് കണ്ടാൽ പോലും 50 രൂപയേ ഉള്ളൂ. അത് ഒരു കാര്യം ഈ ലോക്കൽ ബോഡീസൊക്കെ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഇവിടുത്തെ ആര്യാസിൽ നമ്മളൊരു മസാല ദോശ കഴിക്കാൻ കയറിയാൽ 35 രൂപ 40 രൂപയുണ്ട്. നമ്മൾ 2.5 മണിക്കൂർ ഈ ഒരു 3.5 കോടിയോ 4 കോടിയോ 5 കോടിയൊക്കെ മുടക്കുന്ന ഒരു പടം 2.5 മണിക്കൂർ AC-ലിരുന്ന് കാണാനാണ് ഈ 50 രൂപ എന്ന് പറയുന്നത്. അത് ഒരിക്കലും നമുക്ക് മുതലാവില്ല. അപ്പോൾ ഈ റേറ്റ് ഇവിടെ ഫിക്സ് ചെയ്തേക്കുന്നത് ഇപ്പോൾ അടുത്ത കാലത്താണ് 10 രൂപ കൂട്ടി കൊടുത്തത്, 40 ആയിരുന്നു. അതിപ്പോൾ നമ്മൾ 2-3 ടൈപ്പ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ വെള്ളി, ശനി, ഞായർ ചാർജ് കൂട്ടാനൊരു അനുവാദം, എന്നിട്ട് തിങ്കൾ, ചൊവ്വ, ബുധൻ വേണം റേറ്റ് കുറച്ചോട്ടെ. ഇതേ റേറ്റ് തന്നെ ബാലൻസ് ചെയ്ത് പിടിച്ചാലും മതി. ആ ഒരു ഇത് നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാറിൻ്റെ അടുത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോട് കൂടിയ കാഴ്ചയുടെ ആസ്വാദനം ഇന്ന് പ്രേക്ഷകൻ ആവശ്യപ്പെടുന്നുണ്ട്. വീടുകളിലെ ഹോം തിയേറ്റർ പ്രദർശന സങ്കേതത്തോട് ഒപ്പമോ അതിനു മുകളിലോ ഉള്ള നിലവാരം പ്രേക്ഷകന് സമ്മാനിക്കുവാൻ ഇന്ന് തിയേറ്റർ ഉടമ നിർബന്ധിതനാണ്. മോശപ്പെട്ട തിയേറ്ററുകൾ എല്ലാ സ്ഥലത്തും കർശനമായി അടച്ചുപൂട്ടാൻ ഗവൺമെൻറ് ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. അതിനകത്ത് ആക്ഷൻ എടുക്കാൻ മിനിസ്റ്റർ LS ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ മുനിസിപ്പാലിറ്റിക്കും നിർദ്ദേശം കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തി. ആ ക്ലാസിഫിക്കേഷൻ ഗവൺമെൻറ് നിയമപരമായി നടത്തിയതാണ്. ആ ക്ലാസിഫിക്കേഷനെ അനുസരിക്കാതെ എന്നിട്ടും മോശമായി കണ്ട തിയേറ്ററുകൾ തുറന്നു വയ്ക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന മോശമായൊരു സമീപനമാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിൽ കർശന നിലപാട് എടുക്കും. അടയ്ക്കും, തിയേറ്ററുകൾ അടയ്ക്കും. ഞങ്ങൾ KSFDCയുടെ പോലും തിയേറ്ററുകളെല്ലാം നവീകരിക്കാൻ നമ്മൾ മാതൃകയാകണം, മറ്റുള്ളവരെ അടപ്പിക്കുകയല്ല. ഇപ്പം വളരെ ഇത് ക്ലാസിഫിക്കേഷൻ നടത്തി. പ്ലാറ്റിനം പ്ലസ്, പ്ലാറ്റിനം, ഗോൾഡ്. KSFDCയുടെ പല തിയേറ്ററുകൾ കിട്ടിയേക്കുന്ന ഗോൾഡ് 3-ാം സ്ഥാനമേ ഉള്ളൂ. കേരളത്തിലെ തിയേറ്ററുകളിൽ 3-ാം സ്ഥാനം 4-ാം സ്ഥാനമാണ് അതിൻ്റെ. ഒരു തിയേറ്റർ 6-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്, ചിറ്റൂർ ഒരു തിയേറ്റർ.